വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുള്ള ഒരു കഥയാണിത്. ഇന്ന് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവം കേട്ടപ്പോൾ ആദ്യം ഈ കഥയാണ് ഓർമ്മയിൽ വന്നത്. ഇന്നത്തെ പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ഈ കഥ ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് തോന്നി. വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് സുഹൃത്തുക്കൾ ഒരേ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചിരുന്നു. ഒരാൾ ആഫ്രിക്കയിൽ നിന്നും ഒരാൾ കേരളത്തിൽ നിന്നും. നല്ല സുഹൃത്തുക്കൾ. വിദ്യാഭ്യാസം കഴിഞ്ഞ് രണ്ടുപേരും അവരുടെ വഴിക്ക് പോയി. ഏകദേശം 10 വർഷം കഴിഞ്ഞപ്പോൾ മലയാളിയായ സുഹൃത്തിന് ആഫ്രിക്കയിലുള്ള സുഹൃത്തിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടി. നീ എൻ്റെ അതിഥിയായി ആഫ്രിക്കയിലേക്ക് വരിക. കാര്യമായ പുരോഗതി ഒന്നുമില്ലാതെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിച്ചിരുന്ന മലയാളി തൻ്റെ അവസ്ഥ സുഹൃത്തിനോട് പറഞ്ഞു. അദ്ദേഹം ടിക്കറ്റ് അടക്കം അയച്ചു കൊടുത്തു. സന്തോഷത്തോടെ ഇവിടെയുള്ള സുഹൃത്ത് ആഫ്രിക്കയിലെത്തി. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വളരെ നല്ല ഒരു കാറിൽ ആഫ്രിക്കൻ സുഹൃത്ത് വിമാനത്താവളത്തിലെത്തി. പോകും വഴി മലയാളി ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്? ഞാൻ കുറച്ച് പൊളിറ്റിക്സ് ചെയ്യുന്നു, പിന്നെ കുറച്ച് സർക്കാർ ജോലികളും. സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയ മലയാളി അതിശയിച്ചു പോയി. നല്ല വീട്, വേണ്ടത്ര ജോലിക്കാർ. മലയാളി സുഹൃത്ത് സന്തോഷത്തോടെ ചോദിച്ചു, നിനക്ക് എങ്ങനെ ഇത്രയധികം പണവും വീടുമൊക്കെ ഉണ്ടാക്കാൻ പറ്റി? മറുപടി ഒന്നും പറയാതെ സുഹൃത്ത് അയാളെ വിളിച്ചുകൊണ്ട് വീടിന് പുറകിലുള്ള ഒരു ജനൽ തുറന്നു. അദ്ദേഹം ചോദിച്ചു, നീ അത് കണ്ടോ? പിന്നിൽ മനോഹരമായ ഒരു പുഴ. കണ്ടു. എന്ത് പുഴ? അല്ല, മുകളിലേക്ക് നോക്കൂ. പുഴയുടെ കുറുകെ ഒരു വലിയ പാലം. കണ്ടു. നല്ല വലിയ പാലം. 10% എന്ന് വെച്ചാൽ? മലയാളി ചോദിച്ചു. ഈ പാലം ഞാനാണ് കോൺട്രാക്റ്റ് കൊടുത്തത്. പണിത വഴിയിൽ അതിൻ്റെ മൊത്തം എസ്റ്റിമേറ്റിൻ്റെ 10% ഞാൻ കമ്മീഷൻ വാങ്ങി. അതിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന വീടും മറ്റു സൗകര്യങ്ങളും എന്നർത്ഥം. ഒരാഴ്ചത്തെ സന്തോഷകരമായ താമസത്തിന് ശേഷം സുഹൃത്ത് നാട്ടിലേക്ക് മടങ്ങി. 5 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിലുള്ള സുഹൃത്ത് ആഫ്രിക്കയിലുള്ള തൻ്റെ സുഹൃത്തിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഇവിടെ വന്ന ആഫ്രിക്കക്കാരനായ സുഹൃത്ത് അതിശയിച്ചുപോയി. VIP ഏരിയയിൽ സ്വീകരണം. പോലീസ് എസ്കോർട്ട് ചെയ്യുന്ന കൊടിവെച്ച കാറിൽ സുഹൃത്തിനെ സ്വീകരിച്ച് നേരെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. തൻ്റെ മലയാളിയായ സുഹൃത്ത് ഇപ്പോൾ ഒരു മന്ത്രിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആഫ്രിക്കക്കാരനായ സുഹൃത്തിന് ആ വീടിൻ്റെ സൗകര്യങ്ങളും അവിടെയുള്ള മറ്റു ലക്ഷറിയും കണ്ടപ്പോൾ വല്ലാത്ത അതിശയം. അദ്ദേഹം ചോദിച്ചു, എടാ, ഇതെങ്ങനെ സാധിച്ചു? അദ്ദേഹം തൻ്റെ സുഹൃത്തിനെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഒരു വലിയ ഗ്ലാസ് ഡോർ തുറന്നു. നീ ഇത് കണ്ടോ? എന്ത്? ഈ പുഴ? കണ്ടു. നീ ആ പാലം കണ്ടോ? ഏത് പാലം? മന്ത്രി ഒന്ന് ചിരിച്ചു, ഒരു വല്ലാത്ത ചിരി. എന്നിട്ട് കൂളായി പറഞ്ഞു, 100%. അതായത് ആഫ്രിക്കയിലുള്ള സുഹൃത്ത് പാലത്തിൻ്റെ എസ്റ്റിമേറ്റിൽ 10% അടിച്ചു മാറ്റിയപ്പോൾ കേരളത്തിലുള്ള സുഹൃത്ത് പാലം പോലും നിർമ്മിക്കാതെ 100% അടിച്ചു മാറ്റി. കഥ തീർന്നു. ഒരു സാങ്കല്പിക കഥയാണ്, അറിയാം. എന്നാൽ അഷ്ടിക്ക് വകയില്ലാത്ത വെറും ചെറ്റക്കുടിലിൽ നിന്നും വന്ന് ഈ ജന്മത്ത് ഒരു പണിയും ചെയ്യാതെ വലിയ ബംഗ്ലാവുകളും കാറുകളും തേനിയിൽ മുന്തിരിത്തോപ്പും പാലക്കാട്ട് തെങ്ങിൻ തോപ്പും കൊല്ലത്തും എറണാകുളത്തും മത്സ്യബന്ധന ബോട്ടുകളും എക്സ്പോർട്ട് കമ്പനികളും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇലക്ട്രോണിക് ശൃംഖലകളും ഒക്കെ നടത്തുന്ന പേരുകേട്ട പല ജനസേവകരെയും നമുക്ക് ഓർമ്മ വരും, ഇല്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു പൈസ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു ബിസിനസ് തുടങ്ങി മനുഷ്യരെ പറ്റിച്ച് അവരുടെ മുന്നിൽ നിങ്ങളെ സേവിക്കാനാണ് എന്ന വ്യാജേന താണു നിന്ന് ജയിച്ച് പൊതുസ്വത്ത് മോഷ്ടിച്ച് ജീവിക്കുന്ന പലരെയും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്.
ചെറുപ്പകാലത്ത് തീപ്പൊരി പ്രസംഗകനായ ഒരു വിദ്യാർത്ഥി നേതാവ് എന്ന നിലയിൽ വെറും 2 വർഷം കൊണ്ട് ഇന്ന് നമുക്ക് നന്നായി അറിയാവുന്ന പലരുടെയും പകൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായ രാത്രിയിലെ സ്വഭാവ വിശേഷങ്ങളും മറ്റുള്ളവരോടുള്ള കാഴ്ചപ്പാടും ഒരു നോട്ടീസ് അടിക്കുന്നത് മുതൽ തുടങ്ങുന്ന മോഷണവും ഒക്കെ കൺമുന്നിൽ കണ്ട് 2 വർഷം കൊണ്ട് ഈ പരിപാടി നമുക്ക് പറ്റിയതല്ല എന്ന് മനസ്സിൽ പറഞ്ഞ് തീരുമാനമെടുത്ത് വിട്ടുപോന്ന എൻ്റെ പ്രിയ സുഹൃത്തിനെയാണ് ആദ്യം ഓർമ്മയിൽ വരുന്നത്. ഇന്ന് ഈ കഥ പറയാൻ കാരണം അവർ കാണിക്കുന്ന ഇത്തരം വേലത്തരങ്ങൾ പറയാൻ വേണ്ടിയല്ല. മനസ്സിനെ പിടിച്ചുലച്ച ഒരു ദുരന്തം വയനാട്ടിലുണ്ടായപ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനം? എന്തുകൊണ്ടാണ് നമ്മുടെ കൊച്ചുകുട്ടികൾ കൂടെ പഠിച്ച, കൂടെ കളിച്ചു വളർന്ന ഒരു സുഹൃത്തിനെ യാതൊരു കരുണയുമില്ലാതെ തല്ലിച്ചതച്ച് ആഹാരം പോലും കൊടുക്കാതെ 3 ദിവസം ദ്രോഹിച്ച ശേഷം കൊന്ന് കെട്ടിത്തൂക്കിയത്? അവരെ നയിക്കുന്ന ചേതോവികാരം എന്താണ്? ക്രൂരത. ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്നത് ആരാണ്? ആലോചിക്കേണ്ടതല്ലേ? ഇന്ന് ഈ കുട്ടിയെങ്കിൽ നാളെ ആര്? നമ്മുടെ കുട്ടിയാവില്ല എന്ന് എങ്ങനെ പറയാം? ആ കൊല്ലപ്പെട്ട കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്നും വീണ തീവ്രവേദനയുടെ അവസാനത്തെ ഒരു തുള്ളി കണ്ണുനീർ ഈ 3 കൂട്ടർക്ക് സമർപ്പിക്കുന്നു. 1. വെറും 2 വർഷം കൊണ്ട് ഒരാളിന് എത്ര അധപ്പതിക്കാം എന്ന് പഠിപ്പിച്ചു കൊടുത്ത, കാണിച്ചു കൊടുത്ത എൻ്റെ സുഹൃത്ത് വിട്ടുകളഞ്ഞ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്. 2. കൊലപാതകത്തിലൂടെ ഒരാൾ ജീവനെടുക്കുമ്പോൾ അവർ ഒരു പ്രകാശജ്വാല കെടുത്തുക മാത്രമല്ല, സ്വന്തം ജീവിതം ഇരുണ്ടതാകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊടുക്കേണ്ട, എന്നാൽ ഈ വൃത്തികേടുകളെല്ലാം കണ്ടിട്ടും കണ്ണടച്ചു നിന്ന അധ്യാപകർ എന്ന് നമ്മൾ വിളിക്കേണ്ടി വരുന്ന അർഹതയില്ലാത്ത ചില ജന്മങ്ങൾക്ക്. 3. ഇത്തരം നിറികെട്ട വ്യക്തികൾക്ക് ജന്മം നൽകിയല്ലോ ദൈവമേ എന്ന പാപം പേറേണ്ടി വരുന്ന അവരുടെ മാതാപിതാക്കൾക്ക്. അത് എൻ്റെ മകനാണ് എന്ന് ശിഷ്ടകാലം പറയേണ്ടി വരുന്നതിൽ കവിഞ്ഞ് എന്ത് ശിക്ഷ കൊടുക്കണം ദൈവം അവർക്ക്? കൊലപാതകം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ തിന്മയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതിനെ നേരിടുകയും മറികടക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്, അല്ലേ?